ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പൾസ് ഓക്സിമീറ്റർ എന്നുള്ള ഡിവൈസിനെ കുറിച്ചാണ്. ഇപ്പോൾ കോവിഡ് കൂടുന്ന സാഹചര്യത്തിൽ നമ്മൾ വീട്ടിൽ ചില സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. നമ്മുടെ വീട്ടിൽ വെച്ച് ഹൃദയമിടിപ്പ് എത്രയാണ്, അതുപോലെ തന്നെ ഓക്സിജൻ്റെ ലെവൽ നോക്കാനായിട്ട് ഒരു ചെറിയൊരു ഡിവൈസ്. ഇപ്പോൾ പൾസ് ഓക്സിമീറ്റർ ഇത്ര ഒരു ചെറിയൊരു ഡിവൈസാണ്. ഈ ഒരു ഡിവൈസിന് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ 2 ബാറ്ററി ഇടണം. 2 ബാറ്ററി നമ്മൾ AAA ബാറ്ററിയാണ് ഇട്ടേക്കുന്നത്. ഈ 2 AAA ബാറ്ററി ഇടുക. അതിനുശേഷം അടപ്പ് ക്ലോസ് ചെയ്യുക. ഇത് ഓൺ ആക്കാൻ വേണ്ടി ഈ സ്വിച്ച് പ്രസ് ചെയ്യുക. സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞ് വിടുക. ഒരു ഭാഗത്ത് നമ്മളിതിങ്ങനെ ഓപ്പൺ ആക്കുക. നമ്മുടെ മിഡിൽ ഫിംഗർ വെക്കുക. ഏറ്റവും നല്ലത് നമ്മുടെ ഡോമിനൻ്റ് ഹാൻഡ് സെലക്ട് ചെയ്യുക. ഡോമിനൻ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വലത്തെ കൈയാണ്. വലത്തെ കൈയിലെ മിഡിൽ ഫിംഗറാണ് ഏറ്റവും നല്ലത്. എപ്പോഴും ഡോമിനൻ്റ് ഹാൻഡിലെ മിഡിൽ ഫിംഗറാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മുകളിൽ കാണുന്നതാണ് നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ. SpO2 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് പെരിഫറൽ ഓക്സിജൻ സാച്ചുറേഷൻ ആണ് ആ കാണിക്കുന്നത്. അത് 90. നോർമൽ എന്ന് പറഞ്ഞാൽ 94നും 99നും ഇടയ്ക്ക് നിൽക്കണം. അത് ഏത് പ്രായക്കാരാണെങ്കിലും 94 to 99 ഇടയ്ക്ക് നിൽക്കണം. അത് പെർസെൻറ്റേജിലാണ് പറയുന്നത്. അത് മുകളിലാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. താഴെ കാണുന്നതാണ് ഹാർട്ട് റേറ്റ്. നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. അപ്പോൾ ആ ഹാർട്ട് റേറ്റ് ഓരോ പ്രായത്തിനും ഓരോ രീതിയിലുള്ളതാണ്. അതും നല്ല വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ പ്രായക്കാരെ എന്താണ് പേര് വിളിക്കുന്നുള്ളതാണ്. നിയോനേറ്റ് എന്ന് പറഞ്ഞാൽ 1 മാസം വരെയുള്ള കുട്ടികളെയാണ് നിയോനേറ്റ് എന്ന് പറയുന്നത്. ഇൻഫൻറ്റ് എന്ന് പറഞ്ഞാൽ 1 മാസം മുതൽ 1 ഇയർ വരെയുള്ള കുട്ടികളെയാണ് ഇൻഫൻറ്റ് എന്ന് പറയുന്നത്. ടോഡലർ എന്ന് പറയുമ്പോൾ 1 to 3 years. പ്രീ സ്കൂൾഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ 3 to 5 years. സ്കൂൾ ഏജ്ഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ 5 to 12 years. അഡോളസെൻ്റ് എന്ന് പറഞ്ഞാൽ 12 to 18 years. ഇതാണ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോർമൽ ഹാർട്ട് റേറ്റ് ആണ്. നമ്മൾ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് കുട്ടി ഉണർന്നിരിക്കുമ്പോൾ ഉള്ള സമയത്തുള്ളതാണ്. എവേക്ക് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നിയോനേറ്റ് ആണെങ്കിൽ 100 to 205, ഇൻഫൻ്റ് ആണെങ്കിൽ 100 to 180, ടോഡലർ ആണെങ്കിൽ 98 to 140, പ്രീ സ്കൂൾ ആണെങ്കിൽ 80 to 120, സ്കൂൾ ഏജ്ഡ് ആണെങ്കിൽ 75 to 118, അഡോളസെൻ്റ് ആണെങ്കിൽ 60 to 100. ഇത് ഉറങ്ങുന്ന സമയത്തുള്ള ഹാർട്ട് റേറ്റാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, സേവ് ചെയ്ത് വെക്കുക. നമ്മൾ എത്രയാണ് നോർമൽ ഹാർട്ട് റേറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് എത്രയുടെ മുകളിൽ പോയാലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് പറയാം. നിയോനേറ്റ് ആണെങ്കിൽ 220ൻ്റെ മുകളിൽ, ഇൻഫൻ്റ് ആണെങ്കിൽ 200ൻ്റെ മുകളിൽ, ടോഡലർ ആണെങ്കിൽ 180ൻ്റെ മുകളിൽ, പ്രീ സ്കൂൾ ചൈൽഡ് ആണെങ്കിൽ 160ൻ്റെ മുകളിൽ, സ്കൂൾ ഏജ്ഡ് ആണെങ്കിൽ 140ൻ്റെ മുകളിൽ, അതുപോലെ അഡോളസെൻ്റ് ആണെങ്കിൽ 120ൻ്റെ മുകളിൽ. അപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. ഒരു ചെറിയ ഡിവൈസ് കൊണ്ട് നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന് മനസ്സിലാവും. ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് കഴിയും. ഒരു ഒറ്റ ഓക്സിമീറ്റർ നമ്മൾ എല്ലാ വീട്ടിലും വെക്കുന്നതാണ് നല്ലത്. ഇതിന് ഏകദേശം 1500 മുതൽ 4000 വില വരുന്നുണ്ട്. അപ്പോൾ അത് വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു വാല്യൂ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പ്രത്യേകിച്ചും എത്രയുടെ മുകളിൽ പോയാൽ, ഹാർട്ട് റേറ്റിൻ്റെ മുകളിൽ പോയാൽ ഡേഞ്ചറസ് ആണ്. ഓക്സിജൻ്റെ ലെവൽ 94ൻ്റെ താഴെ പോവുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. കാരണം കോവിഡ് ഉള്ള സാഹചര്യത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോയാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും. അതിനാണ് ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് വീട്ടിനകത്ത് കുഴഞ്ഞു വീണ് മരിച്ചാലും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം സാഹചര്യത്തിലെല്ലാം നമുക്ക് ജീവൻ രക്ഷാ മാർഗമായിട്ട് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലൊരു മെസ്സേജാണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.